ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്തായിട്ട് ഡിഗ്രി പ്രിലിംസ് വരും, അതുപോലെ LGS എക്സാം വരും, VFA വരും, എല്ലാത്തിനും പറ്റുന്ന ഒരു റിവിഷന്. അതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മേധാവികളെക്കുറിച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഓരോ മേധാവികളെക്കുറിച്ചും നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലേ. അതിനെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മുടെ എക്സാമിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പ്രത്യേകം എടുത്ത് തന്നെ തരുന്ന ഒന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1993 സെപ്റ്റംബർ 28-നാണ്. എപ്പോഴാണ്? 1993 സെപ്റ്റംബർ 28. എല്ലാവർക്കും ഡേറ്റ് മാറിപ്പോകുന്ന ഒന്നാണ്. 1993 സെപ്റ്റംബർ 28 അതുപോലെ 1993 ഒക്ടോബർ 12 എന്ന് പറയുന്നത്. ഈ 1993 സെപ്റ്റംബർ 28-നാണ് ഈ നിയമം പാസ്സായത്. 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. മനസ്സിലായല്ലോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന 1993 ഒക്ടോബർ 12-നും ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കിയതല്ല. നിയമം പാസ്സായത് 1993 സെപ്റ്റംബർ 28-നുമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അത് പറഞ്ഞാൽ എന്താണ്? നിയമം മൂലം സ്ഥാപിതമായ സ്ഥാപനമാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. ആപ്തവാക്യം സർവ ഭവന്തു സുഖിന എന്നതാണ് ആപ്തവാക്യം. ഇതിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതൊക്കെ. ഇനി ഇതിലത്തെ അംഗങ്ങളുടെ ഘടന എന്ന് പറയുന്നത് 5 മുഴുവൻ സമയ അംഗങ്ങളും 7 അംഗീകൃത അംഗങ്ങളുമാണുള്ളത്. ഒരു ചെയർപേഴ്സണും 5 മുഴുവൻ സമയ അംഗങ്ങളും അതുകൂടാതെ 7 അംഗീകൃത അംഗങ്ങളുമാണ് ഏതിന്റെ ഘടന എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. അത് കാലാവധി എത്രയാണ് വരുന്നത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ഇതിന്റെ കാലാവധി. ആദ്യ ചെയർമാൻ രംഗനാഥ് മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. 1993 സെപ്റ്റംബർ 28-ന് ഈ നിയമം പാസ്സായി. കമ്മീഷൻ നിലവിൽ വന്നത് ഒക്ടോബർ 12-ന്. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ. ആപ്തവാക്യം സർവഭവന്തു സുഖിന. നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്ന പ്രസിഡന്റ്. ഇനി അംഗങ്ങൾ എങ്ങനെയാണ്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, പിന്നെ 7 അംഗീകൃത അംഗങ്ങൾ, കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ഇനി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 1998 ഡിസംബർ 11-നാണ് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. എപ്പോഴാണ്? 1998 ഡിസംബർ 11-നാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മൾ പറഞ്ഞ പോലെ നിയമം മൂലം സ്ഥാപിതമായതാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷനിലെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 അംഗീകൃത അംഗങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. അതിൽ SC കമ്മീഷനിലെയും ST കമ്മീഷനിലെയും ഒക്കെ അംഗങ്ങൾ അതിലുണ്ടാവാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ഓൾറെഡി ഇത് ഒരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്നു. നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ ഇവരെ പുറത്താക്കുന്നത്, അതായത് രാജിവെക്കുന്നതല്ല, പുറത്താക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രസിഡന്റ് ആണ്. ആദ്യ ചെയർമാൻ MM പരീത് പിള്ള, ഇപ്പോഴത്തെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഒന്നുകൂടെ നോക്കാം. 1998 ഡിസംബർ 11-ന് തിരുവനന്തപുരത്ത് നിലവിൽ വന്നു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു ചെയർമാനും 2 അംഗങ്ങളും ഉൾപ്പെടുന്നു. നിയമിക്കുന്നത് ഗവർണർ, പുറത്താക്കുന്നത് പ്രസിഡന്റ്. ആദ്യ ചെയർമാൻ MM പരീത് പിള്ള, ഇപ്പോഴത്തെ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ഇനി ദേശീയ വനിതാ കമ്മീഷൻ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31-നാണ്. ദേശീയ വനിതാ കമ്മീഷനാണ് പറയുന്നത്. 1992 ജനുവരി 31-നാണ് ഇത് രൂപീകരിച്ചത്. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. ഇതിന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. വെബ് പോർട്ടലാണ് നാരി എന്ന് പറയുന്നത്. അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്.
ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ റഹ്കാറാണ് ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1992 ജനുവരി 31. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. വെബ് പോർട്ടൽ നാരി. അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ വിജയ് കിഷോർ റഹത്കറാണ്. അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 1995 ഡിസംബർ 1 കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത്. ഈ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1996 മാർച്ച് 14 സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, നിയമം മൂലം രൂപീകൃതമായ സ്ഥാപനമാണ്. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. പ്രസിദ്ധീകരണം സ്ത്രീശക്തി. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രാഷ്ട്രമഹിള. ഇപ്പോഴത്തെ സ്ത്രീ ശക്തി, അതായത് സംസ്ഥാന വനിതാ കമ്മീഷന്റെ സ്ത്രീ ശക്തി. അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ 4 കൂടാത്ത അംഗങ്ങളാണുള്ളത്. ഒരു ചെയർപേഴ്സൺ 4 കൂടാത്ത അംഗങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. കാലാവധി 5 വർഷമാണ്. ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ പി സതീദേവിയാണ്. ഒന്നുകൂടെ നോക്കാം. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1. കമ്മീഷൻ രൂപീകരിച്ചത് 1996 മാർച്ച് 14. സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ആസ്ഥാനം പട്ടം, തിരുവനന്തപുരം. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ 4 കൂടാത്ത അംഗങ്ങൾ. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സർക്കാർ. കാലാവധി 5 വർഷം. ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരി, ഇപ്പോഴത്തെ പി സതീദേവി. ഇനി വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 2005 വിവരാവകാശ നിയമപ്രകാരം 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചു. അപ്പോഴാണ് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹിയാണ്. അംഗങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നു. നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ രാജ്കുമാർ ഗോയലാണ്. അപ്പൊ 2005 ഒക്ടോബർ 12 ഈ കമ്മീഷൻ രൂപീകരിച്ചത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹിയാണ്. അംഗങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ വിവരാവകാശ കമ്മീഷണർമാരുമാണ്. നിയമിക്കുന്നത് പ്രസിഡന്റാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ രാജ്കുമാർ ഗോയലാണ്. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. 2005 ഡിസംബർ 19 സ്ഥാപിതമായി. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി 3 വർഷം അഥവാ 65 വയസ്സാണ്. അംഗങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ പാലാട്ട് മോഹൻദാസ് ആണ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. ഒന്നുകൂടെ നോക്കാം. 2005 ഡിസംബർ 19 സ്ഥാപിതമായി. നിയമിക്കുന്നത് ഗവർണർ. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അംഗങ്ങൾ എത്രയാണ്? ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കൂടാതെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നു. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പാലാട്ട് മോഹൻദാസ് ആണ്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 315 മുതൽ ആർട്ടിക്കിൾ 323 വരെയാണ് ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ 14ാം ഭാഗത്തിൽ ഉൾപ്പെടുന്നു. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 315 എന്ന് പറയുന്നത്. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 11. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇവർക്ക് പുനർനിയമനത്തിന് അർഹത ഇല്ല. UPSC ചെയർമാൻ, ഇപ്പോഴത്തെ UPSC ചെയർമാൻ അജയ് കുമാറാണ്.
ഒന്നുകൂടി നോക്കാം. ഇതൊരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ് UPSC. ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയുള്ള ഭാഗങ്ങളിൽ ഉൾക്കൊള്ളുന്നു. ഭാഗം 14 ഉൾക്കൊള്ളുന്നു. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 315 ആണ്. ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 11 കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. പുനർനിയമനത്തിന് അർഹരല്ല. UPSC ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അജയ് കുമാറാണ്. കേരള PSC നിയമിക്കുന്നത്, അതിൽ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. നേരത്തെ നമ്മൾ 65 വയസ്സാണ് പറഞ്ഞത് UPSCയിൽ. അപ്പോൾ ഇവിടെ വരുന്നത് എത്രയാണ്? 62 വയസ്സാണ്. ഇവർക്കും പുനർനിയമനത്തിന് അർഹരല്ല. ചെയർമാൻ ഉൾപ്പെടെ 21 അംഗങ്ങളാണുള്ളത്. ചെയർമാൻ ഇപ്പോഴത്തെ കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കിഷോർ മക്വാനയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് KK ഷാജുവാണ്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് KK ഷാജുവാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ വന്നിട്ട് ജസ്റ്റിസ് G ശശിധരനാണ്. ISRO ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ISRO എന്ന് പറയുന്നത്. ISROയുടെ ആസ്ഥാനം ബംഗളൂരുവിലെ അന്തരീക്ഷ ഭവനാണ്. അപ്പോൾ 1962 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി കീഴിൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസസ് റിസർച്ച് എന്ന ഗവേഷണ സ്ഥാപനം രൂപീകരിക്കുന്നത് എപ്പോഴാണ്? 1962 പിന്നീട് അത് 1969 എന്തായി മാറി? ISRO ആയി മാറി. 1969 ISRO ആയി മാറിയത്. ഇതിന് ലോഗോയിൽ കാണുന്ന നിറം, ISROയുടെ ലോഗോയിലെ നിറം എന്ന് പറയുന്നത് നീലയും ഓറഞ്ചുമാണ്. ISROയുടെ ലോഗോയുടെ നിറം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ISROയുടെ ചെയർമാൻ വി നാരായണനാണ്. ISRO 1969 ഓഗസ്റ്റ് 15 രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ആണ് പിന്നീട് എന്തായി മാറിയത്? ISRO ആയി മാറിയത്. പിന്നീട് തുമ്പ റോക്കറ്റ് ഗവേഷണ കേന്ദ്രവും അനുബന്ധ പ്രവർത്തനങ്ങളും ചേർന്ന് തിരുവനന്തപുരം കേന്ദ്രമാക്കി വിക്രം സാരാഭായ് സ്പേസ് സെന്ററും രൂപീകൃതമായിട്ടുണ്ട്. ആദ്യത്തെ മലയാളി ചെയർമാൻ MGK മേനോനാണ്. ISROയുടെ ആദ്യത്തെ മലയാളി ചെയർമാനെ ചോദിക്കാന്ന് പറഞ്ഞാൽ MGK മേനോനാണ്. ISROയുടെ പിതാവും ആദ്യ ചെയർമാനും ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ആദ്യ മലയാളി ചെയർമാൻ MGK മേനോനാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായി സേവനമനുഷ്ഠിച്ചത് സതീഷ് ധവാനാണ്. ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായി സേവനമനുഷ്ഠിച്ചത് സതീഷ് ധവാനാണ്. അടുത്തത് DRDO. അപ്പോൾ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO സ്ഥാപിതമായത് എപ്പോഴാണ്? 1958 DRDO സ്ഥാപിതമായത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആപ്തവാക്യം ബലസ്യ മൂല്യം വിജ്ഞാനം എന്നതാണ്. ശക്തിയുടെ ഉറവിടം ശാസ്ത്രമാണ് എന്നതാണ് അതിൻ്റെ ആപ്തവാക്യം. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് വരുന്നത്? DRDO വരുന്നത്. ആദ്യ വനിതാ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ J മഞ്ജുളയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് DRDOയുടെ ചെയർമാൻ ഡോക്ടർ സമീർ V കാമത്താണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2026 മെയ് 31 വരെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. 31 വരെ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണ്? A രാജരാജനാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത്. CBI ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദാണ്. CBI ഡയറക്ടർ എന്ന് പറയുന്നത്. CBI ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? പ്രവീൺ സൂദാണ്. അടുത്തത് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ തലവൻ ആരാണ്? പരാഗ് ജെയിൻ ആണ്. അടുത്തത് ഇന്റലിജൻസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആരാണ്? തപൻ ദേക്കയാണ്. ദേശീയ അന്വേഷണ ഏജൻസി ഡയറക്ടർ ആരാണ്? രാജേഷ് അഗർവാൾ ആണ്. കേരള DGP ആരാണ്? റവാഡ ചന്ദ്രശേഖറാണ് കേരള DGP എന്ന് പറയുന്നത്.
കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. നമ്മുടെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നമ്മുടെ കേരള ഗവർണർ എന്ന് പറയുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു, അദ്ദേഹം മാറിയിട്ടാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വന്നത്. അദ്ദേഹം നമ്മുടെ 23ാമത്തെ ഗവർണറാണ്. നമ്മുടെ മാത്രമല്ല തമിഴ്നാടിൻ്റെ കൂടെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പിണറായി വിജയനാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. നിയമസഭാ സ്പീക്കർ ആരാണ്? AM ഷംസീർ ആണ് നമ്മുടെ നിയമസഭാ സ്പീക്കർ എന്ന് പറയുന്നത്. AM ഷംസീർ ആണ്. പിന്നെ നിയമസഭാ സെക്രട്ടറി ആരാണ്? നമ്മുടെ നിയമസഭാ സെക്രട്ടറി N കൃഷ്ണകുമാറാണ് നമ്മുടെ നിയമസഭാ സെക്രട്ടറി എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ കഴിഞ്ഞ മുമ്പ് ഒരു ക്ലാസ് എടുത്തതിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടോ അവരുടെ ആർട്ടിക്കിളിനെ കുറിച്ചോ പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? KG സനൽകുമാറാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ചീഫ് ഇലക്ട്രൽ ഓഫീസറെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. രത്തൻ ഗേൽക്കർ ആണ്. അപ്പോൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ KG സനൽകുമാർ. ചീഫ് ഇലക്ട്രൽ ഓഫീസറിനെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ രത്തൻ ഗേൽക്കർ ആണ്. ഇനി നമ്മുടെ കൊച്ചി മെട്രോയുടെ MD ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ് നമ്മുടെ കൊച്ചി മെട്രോയുടെ MD എന്ന് പറയുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ദിവ്യ S അയ്യർ ആണ്. കൊച്ചി മെട്രോയുടെ MD ലോക്നാഥ് ബെഹ്റ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ദിവ്യ S അയ്യർ ആണ്. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ K നായരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ CEO എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ. ഇനി നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണനാണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? CP രാധാകൃഷ്ണനാണ്. ഇനി ലോക്സഭാ സ്പീക്കർ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഇനി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. രാജ്യസഭാ നേതാവിനെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ JP നഡ്ഡയാണ്. രാജ്യസഭാ നേതാവാണ് JP നഡ്ഡ. രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മല്ലികാർജുൻ ഖാർഗെയാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാറാണ് നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു KG സനൽകുമാർ എന്ന് പറഞ്ഞു. നമ്മുടെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്നാണ് പറഞ്ഞത്? ഗ്യാനേഷ് കുമാറാണ് ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടാതെയുള്ള മറ്റ് കമ്മീഷണേഴ്സാണ് വിവേക് ജോഷിയും സുഖ്ബീർ സിംഗ് സന്ധു എന്ന് പറയുന്നത് മറ്റു കമ്മീഷണറാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നമ്മുടെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നമ്മുടെ ഗവർണർ. നമ്മുടെ നിയമസഭാ സ്പീക്കർ AM ഷംസീറാണ്. നിയമസഭാ സെക്രട്ടറി എന്ന് പറയുന്നത് N കൃഷ്ണകുമാറാണ്. നിയമസഭാ സെക്രട്ടറി N കൃഷ്ണകുമാറാണ്. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? കേരള ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ജയതിലകാണ്. കേരള ചീഫ് സെക്രട്ടറി ജയതിലകാണ്. ഇനി കൊച്ചി മെട്രോയുടെ MD ലോക്നാഥ് ബെഹ്റയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആരാണ്? ദിവ്യ S അയ്യറാണ്. വിഴിഞ്ഞം തുറമുഖം CEO ആരാണ്? ശ്രീകുമാർ K നായരാണ് വിഴിഞ്ഞം തുറമുഖം CEO എന്ന് പറയുന്നത്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. ഇനി ലോക്സഭാ സ്പീക്കർ ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യസഭയുടെ നേതാവ് JP നഡ്ഡയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ഗ്യാനേഷ് കുമാറാണ്. മറ്റ് കമ്മീഷണർമാർ വിവേക് ജോഷി, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവരാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ചെറിയ ക്ലാസ് ആണെന്ന് പറയാം, പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.